കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് നമ്മൾ നാച്ചുറൽ സയൻസ്, അതായത് ബയോളജി, പൊതുജനാരോഗ്യം ഉൾപ്പെടുന്ന മേഖലയിൽ സ്ഥിരം ചോദിക്കുന്ന ഷുവർ ഷോട്ട് PDF ഒന്നെന്താണ്? കാർഷിക സ്ഥാപനങ്ങൾ പഠിക്കുകയാണ്. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ഏതാടാ? ചുണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ കാപ്പി കുടിക്കുക. കണ്ട, നിങ്ങൾ അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം. വയനാട് ജില്ലയിലെ ചുണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. ഒരു മാർക്ക് കിട്ടി. കോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം പറയാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടും. ഇനി ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഷുവർ ഷോട്ട് ഇങ്ങനെ തരും കേട്ടോ. അടുത്തത് ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ്. അപ്പൊ ഇഞ്ചി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കേരളത്തിന്റെ ഒരു പ്രകൃതി ഭംഗിയും അല്ലെ, ഒരുപാട് വയലുകളിൽ നല്ല നല്ല അമ്പലങ്ങളുണ്ട്. നോക്കൂ, അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഇഞ്ചി കൃഷി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വയൽ കാണാം, ഒരു അമ്പലം കാണാം, ഇഞ്ചി കൃഷി കാണാം. ഇഞ്ചി എന്ന് കേൾക്കുമ്പോൾ വയനാട് ജില്ലയിൽ തന്നെയുള്ള അമ്പല വയലാണ് കാപ്പി ചുണ്ടേൽ. ഇഞ്ചി അമ്പല വയൽ രണ്ടും ഒരിക്കലും നിങ്ങൾക്ക് മാറില്ല. അങ്ങനെയാണെങ്കിൽ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. തൈലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒടിവ് ചതവൊക്കെ പറ്റിക്കാൻ നമ്മൾ തൈലം ഇട്ട് തേക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ, ഒടിഞ്ഞ കാലിൽ നമ്മൾ എന്ത് തേക്കാറുണ്ട്? നമ്മൾ പുൽത്തൈലം തേക്കാറുണ്ടെന്ന് ആലോചിക്കുക. തേക്കാറൊന്നുമില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ തൈലം അഥവാ പുൽത്തൈലം ഗവേഷണ കേന്ദ്രം ഓടക്കാലി അമ്പലവയൽ ഇഞ്ചിയാണെങ്കിൽ, കാപ്പി ചുണ്ടയിലാണെങ്കിൽ ഓടക്കാലി പുൽത്തൈല ഗവേഷണ കേന്ദ്രമാണ്. 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. വേണമെങ്കിൽ നമുക്ക് കോഡൊക്കെ ആക്കാം. പട്ടാമ്പി, മാങ്കൊമ്പ്, വൈറ്റില, കായംകുളം. പഠിച്ചു വെക്കാൻ പറ്റൂലേ? ഒന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കിക്കേ. പട്ടാമ്പി, മാങ്കുളം, വൈറ്റില, കായംകുളം. കൈകൊണ്ട് ഇങ്ങനെ പട്ടം പറത്തി മാവിന്റെ കൊമ്പിൽ പോയി. അപ്പൊ അമ്മ പറഞ്ഞു, വയറ്റിലേക്ക് ചോറൊന്നും തരില്ല, ഉണ്ണിയെ കയറി വരൂ എന്ന് പറഞ്ഞു എന്ന് ആലോചിക്കുക. പട്ടം പറത്തിയപ്പോ മാവിന്റെ കൊമ്പ് പോയി അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? കുട്ടികൾ കൈ കൊണ്ട് പട്ടം പറത്തുന്നു. കുട്ടികൾ മാവിന്റെ കൊമ്പിൽ പോകുന്നു. അപ്പൊ അമ്മ പറയുന്നു, വയറ്റിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ണിയെ പോയി നെല്ല് വാങ്ങിക്കൊണ്ടുവരൂ എന്ന് അമ്മ പറയുന്നു കേട്ടോ. അപ്പൊ നെല്ല്, അരി, ചോറ് എന്നൊക്കെ പറയുമ്പം കൈ കൊണ്ട് പട്ടം പറത്തി മാവിന്റെ കൊമ്പിൽ പോയപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ മക്കളെ നെല്ല് വേണം, അരി വേണം, പോയി വാങ്ങിക്കൊണ്ടുവരൂ. അപ്പൊ വയറ്റിൽ, വയറ് എന്നൊക്കെ പറയല്ലേ നമ്മൾ, വയറ്റിൽ എന്നൊക്കെ പറയല്ലേ. അപ്പൊ വയറ്റിൽ കൈ കൊണ്ട് പട്ടം പറത്തി മാവിന്റെ കൊമ്പിൽ പോയി. പട്ടാമ്പി, മാങ്കൊമ്പ്, വൈറ്റില, കായംകുളം. വേണമെങ്കിൽ ആലോചിക്കാം മക്കളെ, നിങ്ങൾ ചില പാടത്തൊക്കെ ഈ കോലം വെച്ചത് കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് വാഴത്തോപ്പിലൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടുപുറത്തൊക്കെ പോയാൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാഴത്തോപ്പിൽ എന്ത് വെക്കാറുണ്ട്? കണ്ണേറ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ചില കോലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇല്ലേടാ? ഉണ്ട്. അപ്പൊ കണ്ണാറ ചോദ്യം ചോദിക്കട്ടെ ഞാൻ. കണ്ണാറ ഏത് ജില്ലയിലാണ്? ഒരു PYQ കൂടിയാണേ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ് പഠിച്ചോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ കാർഷിക സർവകലാശാല തൃശ്ശൂരാണെന്ന് എല്ലാവർക്കും അറിയാം. എവിടെയാണ് കാർഷിക സർവകലാശാല? ഇപ്പൊ വെള്ളാനിക്കര എന്ന് ഞാൻ കൊടുത്തു. PSC ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് അതിനകത്ത് മണ്ണൂത്തി ഓപ്ഷനായി കൊടുത്തു. മുമ്പത്തെ SCRT മണ്ണൂത്തി ആയതുകൊണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് മണ്ണൂത്തിയാണ് PSCയുടെ ആൻസർ. പക്ഷെ അതിന്റെ ആസ്ഥാനം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് വെള്ളാനിക്കര, അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും മനസ്സിൽ വെക്കുക. എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മണ്ണൂത്തി, വെള്ളാനിക്കര രണ്ടും ചരിഞ്ഞ വരയിടുക. ഒന്നുകിൽ വെള്ളാനിക്കര ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ആൻസർ നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ വെള്ളാനിക്കരയാണ് കാണുക. തൃശ്ശൂരുള്ള വെള്ളാനിക്കരയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. അപ്പൊ മണ്ണൂത്തി എന്ന് പറയാൻ കാരണം മുമ്പത്തെ SCRT ഉണ്ടായിരുന്നു. മണ്ണൂത്തി അടുത്ത് PSC ഒരു ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മണ്ണൂത്തി അല്ലെങ്കിൽ വെള്ളാനിക്കര. സെറ്റാണോ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ കരിമ്പിനെ കുറിച്ച് പറയാം മക്കളെ. കരിമ്പിൽ നിന്നാണ് പഞ്ചസാരയും നമ്മുടെ വെല്ലം ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ മേനോന് പാറയുടെ മുകളിൽ പോയിട്ട് കരിമ്പ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചാണ് നല്ല തിരുവനന്തപുരത്തൊക്കെ വെല്ലം ഉണ്ടാക്കുക. വെല്ലം ശർക്കര ഉണ്ടാക്കുക. എങ്ങനെയാണ്? കരിമ്പ് മേനോൻ പോയിട്ട് പാറയിൽ ഇങ്ങനെ അടിച്ചിട്ടാണ് വെല്ലം ഉണ്ടാക്കുക. തിരുവല്ല, മേനോൻ പാറ, കരിമ്പ്. ആവശ്യമുള്ളവർക്ക് ആലോചിക്കാം. ഇതിന്റെ ഒന്നും കോഡിന്റെ ആവശ്യമില്ല. നന്നായി പഠിച്ചെടുക്കുക, ബൈഹാർട്ട് ചെയ്യുക വേണ്ടവർ. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. മേനോൻ പാറ 2 സ്ഥലങ്ങളിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഒരു ഉത്തരമേ ഉണ്ടാവും. ഞാൻ പറയാൻ കാരണം രണ്ടും PSC ആൻസർ ആയിട്ട് കൊടുക്കും. വെള്ളാനിക്കര, മണ്ണൂത്തി. ഇനി സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആണ്. നോക്കൂ, ആറളമാണ്. നിങ്ങൾക്കറിയാം ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ സെൻട്രലിന്റെ സ്റ്റേറ്റ് ഫാം ഉള്ളത് ആറളം. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം.
മക്കളെ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം, സോയിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിലേ നിങ്ങൾക്ക് ആലോചിക്കുക, മണ്ണേ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു സാധനം അല്ലെ, അതിങ്ങനെ പാറയുടെയൊക്കെ മുകളിൽ ഇങ്ങനെ ഉണക്കാൻ ഇടാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അതിൽ മണ്ണ് പറ്റാതിരിക്കാനാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ആലോചിക്കുക, സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന ആലോചിക്കുക, പാറാട്ടുകോണം. ഈ സ്ക്രീനിൽ ചിലപ്പോൾ ചില ചിത്രങ്ങളൊക്കെ കാണും. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, ഉദ്ദേശിച്ചവർക്കൊക്കെ മറന്നും പോവില്ല, ഇനി PSC പരീക്ഷയ്ക്ക് ഓർമ്മയും വരും. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തോ ഓർമ്മ വരും? ആലോചിച്ചോളുക, ചില കാര്യങ്ങൾ ഓർത്താൽ മാർക്ക് കിട്ടും. കേന്ദ്രത്തിന്റെ സോയിൽ ടെസ്റ്റ് കേന്ദ്രം കഴിഞ്ഞ വർഷം PSC ചോദിച്ചേ, എന്താണ്? പാറാട്ടുകോണം. സെറ്റ്. അങ്ങനെയാണെങ്കിൽ സീഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സീഡാ ഓർമ്മ വരിക? ഒരു ചെറിയ വിത്ത് ഇങ്ങനെ മുളച്ചിങ്ങനെ വരിക അല്ലെ, ആ സീഡല്ലേ നിങ്ങൾക്ക് ഓർമ്മ വരിക? പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ എന്ത് സീഡുണ്ട്? നമ്മുടെ വീട്ടില് തേങ്ങയുണ്ട്. ഈ തേങ്ങ, മാങ്ങ വിട്ടേക്കു, അടയ്ക്ക, തേങ്ങ, അടയ്ക്ക, ഇങ്ങനത്തെ സീഡുകളൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഒരു വലിയ പണ്ടത്തെ വീടൊക്കെ ഉണ്ടോ അല്ലെ, ഒരു നാട്ടിൻപുറത്ത് ഒരു വലിയ ഒരു കരയിൽ ഒരു മനയുണ്ടാവും. അങ്ങനല്ലേ പണ്ടൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്തിൽ ഒക്കെ ഒരൊറ്റ വീടുണ്ടാവും, ഒരു മന ഉണ്ടാവും. ആ മനയിലുണ്ടാവുക, മനയുടെ മുറ്റത്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു വലിയ മനയുടെ ഫോട്ടോ കാണാം. ആ മനയുടെ മുറ്റത്ത് എന്തുണ്ട്? ഒരുപാട് അടക്കയും തേങ്ങയും ഒക്കെ ഉണ്ട്. കര, ആ കരയിലെ മനയിൽ എന്തുണ്ട്? സീഡുണ്ട്. സോയിൽ പാറാട്ടുകോണം ആലോചിക്കുക, സീഡ് കര, മന ആലോചിക്കുക. ഇനി നമുക്ക് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് പറയാം. കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എന്ന് കേൾക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ 2 മക്കളുണ്ട്. ഒരാൾക്ക് 6 വയസ്സാണ്, ഒരാൾക്ക് ഇപ്പോൾ 4 മാസമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് 4 മാസമായ ആളൊക്കെ എന്താണ് സ്ഥിതി? പാല് കുടിക്കും അല്ലെ, അമ്മയുടെ പാല് കുടിച്ചോട്ടെ. ഇനിയിപ്പോൾ എൻ്റെ മൂത്ത മോനാണെങ്കിലും പാല് കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ടിഷ്യൂ ഇങ്ങോട്ട് എടുക്കും, ടിഷ്യൂ പേപ്പർ എടുക്കും, എന്നിട്ട് അതിങ്ങനെ തൊടിച്ചു കൊടുക്കും. അപ്പൊ പാലിങ്ങനെ ആയിക്കഴിഞ്ഞാൽ, പാലിങ്ങനെ നമ്മൾ എന്താ ചെയ്യുക? പാലോടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാലോടെ നമ്മൾ എന്ത് ചെയ്യും? ആ ടിഷ്യൂ എടുത്ത് ഇങ്ങനെ തുടച്ചു കൊടുക്കും. അപ്പൊ ടിഷ്യൂ അതൊരു നല്ല കൾച്ചറാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അല്ലെ, ടിഷ്യൂ എടുത്ത് ഉപയോഗിക്കുന്ന കൾച്ചർ. അപ്പൊ ടിഷ്യൂ കൾച്ചർ, പാല് കുടിച്ചു കഴിഞ്ഞാൽ തുടയ്ക്കണം. പാല് അവിടെ തുടയ്ക്കുന്ന നിങ്ങൾ നല്ലൊരു ബേബിയെ. അപ്പൊ പാലോട് ക്ലാസ്സുകളിലെ കോഡുകളെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കേട്ടോ, പറഞ്ഞാലേ ലൈക്ക് ചെയ്യത്തുള്ളൂ, ഒരു കമന്റ് കേട്ടോ. ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം. ഞാൻ കോഴിക്കോടാണേ, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കോഴിക്കോടാണ്, നല്ല സ്മെല്ലാ. നിങ്ങൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ്. കൽബിൽ തേനൊഴുകണ കോഴിക്കോട് എന്നാ പറയാ. അപ്പൊ തേനൊഴുകിയാലില്ലെങ്കിലും നല്ല സ്മെല്ലാ. പക്ഷെ സലീം കുമാർ ചേട്ടൻ നമ്മുടെ പുലിവാൽ കല്യാണ സിനിമയില് കൊച്ചി എത്തിയെന്ന് പറയുന്നുണ്ടല്ലേ, നമ്മുടെ ധർമ്മേന്ദ്രൻ കൂട്ടി വരുന്നില്ലടാ. നല്ല അടിപൊളിയല്ലേ മണവാളൻ. അപ്പൊ മണവാളൻ ഇങ്ങനെ വന്നിട്ട് ഗ്ലാസ് താത്തിട്ട് കൊച്ചി എത്തിയെന്ന് പറയുമ്പോൾ ആ ഒരു സീൻ നിങ്ങൾ ആലോചിക്കുക. എന്ന് വെച്ചാൽ സുഗന്ധ ഭവൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്, അഥവാ പാലാരിവട്ടമാണ്. കൊച്ചി പാലാരിവട്ടം സുഗന്ധ ഭവൻ. നല്ല സ്മെല്ലാണ്, എന്താന്ന് ഞാൻ പറയുന്നില്ല. സുഗന്ധ ഭവൻ, കൊച്ചി എത്തി, പാലാരിവട്ടം. എന്നാൽ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ നല്ല അത്തറും കാര്യങ്ങളൊക്കെ ഉള്ള കോഴിക്കോടുകാരുണ്ട്. അപ്പൊ ഞങ്ങൾ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട്. പഠിച്ചു വെക്കണം. ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കോഴിക്കോട് ഫുഡ് മാത്രമല്ല, നല്ല സുഗന്ധാണ്. ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം. എന്നാൽ കൊച്ചി എന്ന് കേൾക്കുമ്പോൾ സുഗന്ധ ഭവൻ, ഭവൻ. മണവാളൻ പോയത് സുഗന്ധ ഭവനിലാണ്. മണവാളൻ പോയത് സുഗന്ധ ഭവനിലാണ്. സംസ്ഥാനത്തെ ഏലം ഗവേഷണ കേന്ദ്രം. ഏലം എന്ന് കേൾക്കുമ്പോൾ ഡൗട്ടാണ്. അവിടെ സംസ്ഥാനമുണ്ട്, കേന്ദ്രമുണ്ട്. മകളെ, കേന്ദ്രത്തിൻ്റെതല്ലേ മയില്? എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയല്ലേ മയില്? നമുക്ക് മലമുഴക്കി വേഴാമ്പലല്ലേ? അപ്പൊ കേന്ദ്രം വരുമ്പോൾ മയില്, കേരളം വരുമ്പോൾ പാമ്പ്. കേന്ദ്രം വരുമ്പോൾ മയില്, കേരളം വരുമ്പോൾ പാമ്പ്. പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കേന്ദ്രം ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം, സോയിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പാറന്റെ മുകളിൽ എന്തോ ഉണക്കാനിട്ടു, പാറാട്ടുകോണം. ഓക്കെ. നാഷണൽ സീഡ് കോർപ്പറേഷൻ, സീഡുള്ള എവിടെയാ? കരയിലെ മനയിലാണ്. ടിഷ്യൂ കൾച്ചർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാലോടെ ടിഷ്യൂ കൾച്ചർ ശീലം പഠിപ്പിക്കുക. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഉള്ളത് കോഴിക്കോടാണെങ്കിൽ സുഗന്ധ ഭവൻ ഉള്ളത് പാലാരിവട്ടം കൊച്ചിയിലാണ്. സംസ്ഥാനത്തെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയാണെങ്കിൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറയാണ്. കൈതച്ചക്ക നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നല്ല അടിപൊളി ഒരു ഫ്രൂട്ടാണ്. അപ്പൊ കൈതച്ചക്ക എന്ന് കേൾക്കുമ്പോൾ കൈത എവിടെയുള്ളത്? കൈതപ്പൂവിൻ. കൈത എവിടെയുള്ളത്? എപ്പോഴും വെള്ളത്തിലാണ് കൈത ഉണ്ടാവുക. കൈത ചക്കയല്ല കേട്ടോ ആക്ച്വലി. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, കൈത എന്ന് കേട്ടാൽ വെള്ളം. അതായത് വാഴയുള്ള കുളത്തിലും കൈത ഉണ്ടാവാറുണ്ട്, വെള്ളത്തിന്റെ കരയിലും കൈത ഉണ്ടാവാറുണ്ട്. കൈതച്ചക്ക എന്ന് കേൾക്കുമ്പോൾ വാഴക്കുളം, വെള്ളാനിക്കര.
വാഴക്കുളം വെള്ളാനിക്കര, വാഴക്കുളം വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം അഥവാ കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? വാഴക്കുളം എറണാകുളം ജില്ലയിലാണ്. വെള്ളാനിക്കര എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. വെള്ളാനിക്കര നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് എറണാകുളം ജില്ലയിലാണ്. കിട്ടിയോ? അപ്പൊ മണ്ണ് സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണമാണെങ്കിൽ നോക്കൂ, മണ്ണിനെ സംരക്ഷിക്കണം. കാരണം കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ ഏതാണ് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? അത് 1888 കോന്നിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആദ്യം വരിക കെ ആണ്. ABCDEFGHIJK LMNOPQR, പിന്നെ വരിക. അപ്പൊ ആദ്യത്തത് കെ, കോന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? അത് റാന്നി. തെറ്റിക്കും നിങ്ങൾ, പരീക്ഷ ആള് തെറ്റിക്കും. തെറ്റിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന ട്രിക്കാണ്. ആദ്യത്തത് കോന്നി. ഇംഗ്ലീഷിലെ അക്ഷരം എടുക്കുക അല്ലെ, കെ. ആദ്യത്തത് കോന്നി. ഏത് വർഷമായിരുന്നു? 1888 കോന്നിയെ കേരളത്തിലെ ആദ്യത്തെ ഈ പറയുന്ന റിസർവ് വനമായിട്ട് തെരഞ്ഞെടുക്കുന്നത് കോന്നി. എന്നാൽ ഏറ്റവും വലിയ ഏതാണ്? ഏറ്റവും വലിയ റിസർവ് ഏതാ ചോദിച്ചാൽ അത് റാന്നിയാണ്. ഓക്കെ, ആ കോന്നി ആദ്യത്തെ റിസർവ് വനമായതുകൊണ്ട് അവിടെ എന്തെക്കണം? അവിടെയുള്ള മണ്ണ് നമുക്ക് സംരക്ഷിക്കണം. മണ്ണ് സംരക്ഷണ കേന്ദ്രം കോന്നി. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണം. തെറ്റിക്കോ? തെറ്റിക്കരുത്. ബാംബു ബോയ്സ്. നമുക്ക് ബാംബു എന്ന് പറഞ്ഞാൽ മുളയല്ലേ? ആ മുള കൊണ്ട് അല്ലെ, നിങ്ങളെ ബാംബു ബോയ് സിനിമയിലൊക്കെ ഉണ്ടാവും, ആ മുളയെ വെച്ചിട്ട് കളിക്കുന്ന ഈ ടീം. അപ്പോ ഈയാമ്പാറ്റ് എന്തൊക്കെ പറയുന്നില്ലേ? അപ്പൊ നമ്മുടെ ബാംബു അഥവാ മുളയരി, മുളപ്പായസം എന്നൊക്കെ കേൾക്കാറില്ല നിങ്ങൾ? മുളയരി പായസം. അപ്പൊ മുള കൊണ്ട് എന്തുണ്ടാക്കുന്നു? ഒരു മനോഹരമായ മാല ഉണ്ടാക്കുന്നു. എന്നിട്ടാണ് പുത്തൂരം വീട്ടിൽ പിറന്നോരെല്ലാം, നമ്മുടെ ഉണ്ണിയാർച്ചയും നമ്മുടെ ഉദയനും നമ്മുടെ ചന്തു ഒക്കെ അംഗത്തിന് പോകുമ്പോൾ മാലയിടും. ആലോചിക്കുക, അംഗത്തിന് പോകുമ്പോൾ മാലയിടും. എന്തിന്റെ മാല? ബാംബു ബോയ്സ്. ബാംബുവിന്റെ മാല അംഗത്തിന് പോകുമ്പോൾ ഇടും. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാം. ഈ നടിയുടെ പേര് ഞാൻ മറന്നു, നമ്മുടെ ചന്തുവിന്റെ ഇതില്ലേ? നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ അതൊക്കെ കമന്റ് ചെയ്ത് എനിക്കറിയാം. അപ്പോൾ ആ മേഡം ഒക്കെ ഇങ്ങനെ അംഗത്തിന് പോകുമ്പോൾ ബാംബുവിന്റെ മാല ഇടും. ഫോറസ്റ്റിലേക്ക് വരാം. ഇമ്പോർട്ടന്റ് ആയ 3 എണ്ണം. ദാ ഒരു വെടിക്ക് 3 പക്ഷി. അക്കാദമി അരിപ്പ അക്കാദമി അരിപ്പ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. നിങ്ങളൊരു സാധനത്തെ റിസർച്ച് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഒരു സാധനം തന്നു. ഞാൻ ഇപ്പൊ ഒരു ബാമ്പു പറഞ്ഞു, ഒരു ബാമ്പു തന്നു, അത് റിസർച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ബാമ്പു എല്ലോട് ഇങ്ങനെ കീറി മുറിച്ച് പിച്ച് ചീന്തും. നിങ്ങളൊരു മണ്ണിന്റെ അടിയിൽ പോകുമ്പോൾ മണ്ണിൽ ഇങ്ങനെ പിച്ചിങ്ങനെ മാന്തി വാരൂല നമ്മൾ. അപ്പൊ നമ്മളൊരു കാര്യം റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുമ്പോൾ അതിങ്ങനെ പിച്ച് ചീന്തും, അതിങ്ങനെ കീറി മുറിച്ച് പഠിക്കും. അപ്പോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പീച്ചി. ഓക്കെ ആണല്ലോ? നമ്മൾ കുറച്ച് ഡെവലപ്പായി. നിങ്ങൾ ആദ്യം ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക. ഇതിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, പഠിക്കാൻ വേണ്ടി പറയുകയാണേ. അപ്പോൾ കുറച്ച് പൈസയൊക്കെ ആയി, നമ്മൾ കുറച്ച് ഡെവലപ്പ് ആയി കഴിഞ്ഞ് എന്ത് ചെയ്യും അല്ലെ? ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ കോട്ടൊക്കെ ഇട്ടാൻ നടക്കുക. ഇപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ചെയ്യുമ്പോൾ പീച്ച് ചിന്തും അല്ലെങ്കിൽ പിച്ച് ചിന്തും. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെന്റ് ഫോറസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കോട്ടൊക്കെ ഇടണം. കോട്ടയത്തെ കുഞ്ഞച്ചനല്ല, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി അരിപ്പ, അത് ട്രിവാൻഡ്രത്താണ് ചോദിക്കും. പീച്ചി എവിടെയാണ്? അത് തൃശ്ശൂരാണ് ചോദിക്കും. അപ്പൊ പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോർപ്പറേഷൻ കോട്ടയം, അക്കാദമി അരിപ്പ കോർപ്പറേഷൻ കോട്ടയം, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, അക്കാദമി അരിപ്പ, ഫോറസ്റ്റിന്റെ അക്കാദമി അരിപ്പ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. ഇവിടെ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? ചോദ്യം ചോദിക്കട്ടെ, കമന്റ് ചെയ്ത് എല്ലാവരും കഴിഞ്ഞ മാസം പഠിപ്പിച്ച. കേരളത്തിലെ നമ്മൾ കണ്ടൽക്കാടുകൾ ഒരുപാടുണ്ട്, നമുക്കറിയാം. ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ടൽ ദിനം എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. കണ്ടൽ ദിനം നമ്മള് കാർഗിൽ ദിവസം പഠിച്ചിരുന്നു, കണ്ടൽ ദിവസം പഠിച്ചിരുന്നു, കടുവാ ദിനം പഠിച്ചു. ഇതൊക്കെ ഒരു മാസത്തിൽ വരുന്നത്, തെറ്റാതെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അത് 3 കമന്റ് ചെയ്തു. കണ്ടൽ ദിനം, കാർഗിൽ ദിനം, കടുവാ ദിനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പിള്ളേരെ, കണ്ടൽ മ്യൂസിയം വരുന്നത് കൊയിലാണ്ടിയിലാണ്. കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിലുള്ള കൊയിലാണ്ടി. കണ്ടൽ എന്ന് കേൾക്കുമ്പോ കോയിനെ കണ്ടൽക്കാട്ട് കോയി പോയടാ. എടാ നോക്കടാ, നിങ്ങളുടെ വീട്ടിലെ കോയിനെ കാണുന്നില്ലടാ ചേച്ചിയെ, അമ്മേ, എടുത്തേ തെരഞ്ഞോക്കി എന്ന് പറ. അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ കോയിനെ കാണാണ്ട് കണ്ടൽക്കാട്ട് പോയി നോക്കി. ഇവിടെ ഉണ്ടോ നമ്മുടെ പുള്ളിക്കോയി? മുട്ടിടാൻ പോയതാണോ ഈ വെള്ളത്തില്? കുഞ്ഞേ ഇങ്ങ് പോരീന്ന് വിളിക്കുക. അപ്പൊ കണ്ടൽക്കാടിൽ കൊയിലാണ്ടി സെറ്റ്. എടാ പിള്ളേരെ, ഈ കണ്ടൽക്കാടിനെ കുറിച്ച് ഗവേഷണം ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് വേണ്ടേ? 1000 തെങ്ങിൻ്റെ ഉള്ളിലുണ്ട് കണ്ടൽക്കാട്. അവിടെ പോയിട്ട് നമുക്ക് ഗവേഷണം ചെയ്യാം.
അപ്പൊ നോക്കൂ, കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് എവിടെയാണ്? 1000 തെങ്ങ്. 5 തെങ്ങ് എഴുതരുതേ, 1000. ഒരുപാട് വേണ്ട ഗവേഷണം ചെയ്യാൻ. 1000 തെങ്ങ്. ഫോറസ്റ്റ് ഗവേഷണം, പിച്ചി ചിന്ത പീച്ചി. അപ്പൊ കണ്ടൽ ഗവേഷണ കേന്ദ്രം 1000 തെങ്ങ്, കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി ആണെങ്കിൽ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കേരള കാർഷിക സർവകലാശാല, നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളാനിക്കര, അല്ലെങ്കിൽ എന്ത് കൊടുക്കും? മണ്ണുത്തി തൃശ്ശൂര്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണാം കിഴങ്ങ്. ശ്രീ വിശാഖം, ശ്രീ എന്ന് പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ മരച്ചീനിക്കൊക്കെ. അതെന്തുകൊണ്ടാണ്? ഈ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിരുന്ന സാധനങ്ങൾ, നമ്മൾ കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ശ്രീ എന്ന് കാണാം. കാരണം ഇത് ശ്രീകാര്യത്താണ്, ട്രിവാൻഡ്രത്തെ ശ്രീകാര്യം. കിഴങ്ങ് ഒരു ബഹുമാനം കൊടുക്കുക. ശ്രീ വിശാഖം എന്നൊക്കെ പറയാറില്ല നമ്മള് മരച്ചീനിക്കൊക്കെ. അപ്പൊ ശ്രീകാര്യത്താണ് കിഴങ്ങ് എന്ന് കേൾക്കുമ്പോൾ ശ്രീകാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, IISR എവിടെയാണ്? എന്റെ നാടാന്ന് പറഞ്ഞില്ലേ, കോഴിക്കോട്. നല്ല മണമാണോ? സുഗന്ധ വിള ഗവേഷണ കേന്ദ്രമാണ്, ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലെ, നമ്മൾ പഠിച്ചു. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞിട്ടില്ല, കോട്ടയമാണ്. ഓക്കെയാണ്, പഠിച്ചു വെച്ചേക്ക്. കോട്ടയത്ത് റബ്ബർ റിസർച്ച്, റബ്ബറിന്റെ എന്ത് വന്നാലും കോട്ടയം തന്നെ കേട്ടോ. ഇനി തോട്ടത്തിലേക്ക് പോയാലോ? കേരളത്തിൽ തോട്ടം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്ഥലം അത് കാസർഗോഡ്. കാരണം അവിടെ ഒരുപാട് എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട് അല്ലേ, ഒരുപാട് തോട്ടങ്ങളിൽ ഈ എൻഡോസൾഫാൻ തളിച്ചതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. അപ്പൊ തോട്ടം എന്ന് കേൾക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ കറക്റ്റ് ഒരു സ്ഥലമുണ്ട്. കുടിലാണോ, കൊട്ടാരമാണോ, മാളികയാണോ, എന്തോ ഒരു പേരുണ്ട്. അറിയുന്നവരെന്ന് പറഞ്ഞേ. പറഞ്ഞത് ഞാൻ ട്രിക്കാ പറഞ്ഞത്. കുടിലാണോ മാളികയാണോ എന്ന് എനിക്കറിയില്ല. കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എക്സാക്ട് സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞേ. അവിടെയാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. ശ്രീകാര്യത്ത് കിഴങ്ങ്. കേരളത്തിന്റെ ഒരറ്റം, അതായത് നമ്മുടെ ക്യാപിറ്റലായ ട്രിവാൻഡ്രത്ത് കിഴങ്ങന്മാരുള്ളത്. ഭരിക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. എന്നാൽ വടക്കേ അറ്റം കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ടിഷ്യൂ കൾച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. SCRT എടുക്കുമ്പോൾ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതോടൊപ്പം ചേർത്ത് ഒരു 5 പേര് പഠിക്കാം. കേരളത്തിലെ മികച്ച കർഷകനെ നമുക്ക് എന്ത് വിളിക്കാം? കർഷകൻ, ഏറ്റവും മികച്ചവൻ. അത് പുരുഷനാണെങ്കിൽ ഉത്തമനാണ് അല്ലെ, ഉത്തമൻ എന്ന പേരൊക്കെ പുരുഷനല്ലേ. അപ്പൊ കർഷകോത്തമ, മികച്ച കർഷകന് കൊടുക്കുന്ന ബഹുമതിയാണ് കേരളത്തില് കർഷകോത്തമ. മികച്ച വനിതയാണെങ്കിലോ തിലകം ചാർത്തി എന്ന് പറയാറില്ലേ. അപ്പൊ കർഷക തിലകം, മികച്ച വനിത കർഷക തിലകം. പച്ചക്കറി കർഷകനാണെങ്കിലോ, പച്ചക്കറി കേട്ടാൽ ഫുള്ള് പച്ചപ്പ്, ഹരിതാപം അല്ലെ, ഹരിതാപം, പച്ചപ്പ്, ഹരിതമിത്ര. എന്ത് മിത്ര? പച്ചക്കറി എന്ന് കേൾക്കുമ്പോൾ ഹരിതമിത്ര, മികച്ച പച്ചക്കറി കർഷകൻ ഹരിതമിത്ര. മികച്ച കൃഷി ഓഫീസർ ആണെങ്കിലോ, അത് കർഷകരുടെ മിത്രമാണ് കൃഷി ഓഫീസർ. അപ്പൊ കർഷകമിത്ര, മികച്ച പച്ചക്കറി കർഷകൻ ഹരിതമിത്ര, മികച്ച കൃഷി ഓഫീസർ കർഷകമിത്ര, മികച്ച കർഷകൻ കർഷകോത്തമ, മികച്ച കർഷക വനിത കർഷക തിലകം. ബൈഹാർട്ട് ചെയ്യുക, പഠിച്ചു വെക്കുക, ട്രിക്ക് ആലോചിക്കുക. ഒരു തൊഴിലാളി എന്ന് കേൾക്കുമ്പോൾ, കർഷക തൊഴിലാളി എന്ന് കേൾക്കുമ്പോൾ നല്ല ശക്തി വേണ്ടേ, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് ശ്രമിക്കുന്നവനായിരിക്കും. അപ്പൊ ശ്രമശക്തിയാണ് മികച്ച കർഷക തൊഴിലാളി. തൽക്കാലം ഞാൻ 5 പറഞ്ഞിട്ടുള്ളൂ, ഇനി ഒരുപാടുണ്ട്. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മേഗസിനാണ് കേരള കർഷകൻ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതികള്, ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും ചോദിച്ച സ്ഥിതിക്ക്. കേരളത്തിലെ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോക്കൂ, 2 ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഒന്ന് കായംകുളം ഉണ്ടാവും, ചിലപ്പോൾ ബാലരാമപുരം ഉണ്ടാവും, ഇനി വേറെയും വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ചോദ്യം ഇതാണ്: കേന്ദ്രത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്രത്തിലെ നാളികേര ഗവേഷണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര് എല്ലാവരും ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയുക. ഇതുപോലുള്ള ഷോർട്ട് നോട്ടുകൾ, ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.